വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കും മറ്റ് സംഭവങ്ങൾക്കും ശേഷം ബംഗ്ലാദേശ് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനയാണ് ബംഗ്ലാദേശിനോടുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷം ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി അധികാരമേറ്റത് നൊബൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനിസ് ആയിരുന്നു. കുറച്ചുകാലമായി ബംഗ്ലാദേശ് പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതിനാൽ ബംഗ്ലാദേശിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മോശമായി. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശ് റോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ പോകുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. റോഹിംഗ്യൻ അഭയാർത്ഥി പ്രതിസന്ധി വർഷങ്ങളായി തുടരുന്ന ആഗോള പ്രശ്നമാണ്. മാത്രമല്ല, സമീപകാല സംഭവവികാസങ്ങൾ തുടർച്ചയായ പിന്തുണയുടെയും ഐക്യദാർഢ്യത്തിന്റെയും ആവശ്യകതയെ ഉയർത്തിക്കാട്ടുന്നു. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ ബംഗ്ലാദേശ് സന്ദർശനവും റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കും അവരുടെ ആതിഥേയ സമൂഹങ്ങൾക്കും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിന്തുണ നൽകണമെന്ന അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയും സാഹചര്യത്തിന്റെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അടിവരയിടുന്നു. വിശുദ്ധ റമദാൻ മാസത്തിൽ നടന്ന ഗുട്ടറസിന്റെ സന്ദർശനം റോഹിംഗ്യൻ അഭയാർത്ഥികളുമായും അവരെ ഉദാരമായി ആതിഥേയത്വം വഹിച്ച ബംഗ്ലാദേശി ജനതയുമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു ദൗത്യമായിരുന്നു. ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ മാനുഷിക ദുരന്തം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം റോഹിംഗ്യകൾക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും മാനുഷിക സഹായം വെട്ടിക്കുറച്ചതിനെ UN മേധാവി അപലപിച്ചു. 2017 മ്യാൻമാറിലെ റാഖൈൻ സംസ്ഥാനത്ത് സൈനിക നടപടി മൂലം 7 ലക്ഷത്തിലധികം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരായതോടെയാണ് റോഹിംഗ്യൻ അഭയാർത്ഥി പ്രതിസന്ധിക്ക് തുടക്കമാകുന്നത്. തെക്കുകിഴക്കൻ ബംഗ്ലാദേശിലെ തിങ്ങി നിറഞ്ഞ ക്യാമ്പുകളിലാണ് അഭയാർത്ഥികൾ താമസിക്കുന്നത്. ഭക്ഷണം, വെള്ളം, ആരോഗ്യം, സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിമിതമായ ലഭ്യതയുണ്ട്. വെല്ലുവിളികൾക്കിടയിലും റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നതിലൂടെ ബംഗ്ലാദേശ് ശ്രദ്ധേയമായ ഐക്യദാർഢ്യവും മാനുഷിക അന്തസ്സും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ സാമൂഹിക, പാരിസ്ഥിതിക, സാമ്പത്തിക ചെലവുകൾ സഹിച്ചുകൊണ്ട് രാജ്യം ഈ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ബംഗ്ലാദേശിന്റെ ശ്രമങ്ങളെ ലോകബാങ്ക് അംഗീകരിക്കുകയും റോഹിംഗ്യൻ അഭയാർത്ഥികളെയും അവരുടെ ആതിഥേയ സമൂഹങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഗണ്യമായ ധനസഹായം നൽകുകയും ചെയ്തു. റോഹിംഗ്യൻ അഭയാർത്ഥികൾ നേരിടുന്ന നിർണായക പ്രശ്നങ്ങളിലൊന്ന് വിദ്യാഭ്യാസമാണ്. നാടുകടത്തപ്പെട്ട റോഹിംഗ്യൻ കുട്ടികളുടെ സ്കൂൾ ഹാജർ പ്രാദേശിക കുട്ടികളെക്കാൾ വളരെ കുറവാണ്. പ്രാദേശിക കുട്ടികളിൽ 94% താരതമ്യപ്പെടുത്തുമ്പോൾ 84% റോഹിംഗ്യൻ കുട്ടികൾ മാത്രമാണ് പ്രൈമറി സ്കൂളിൽ പോകുന്നത്. സെക്കൻഡറി സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളിൽ ഈ വ്യത്യാസം ഇതിലും വലുതാണ്. ആതിഥേയ സമൂഹത്തിലെ കുട്ടികളിൽ 73% താരതമ്യപ്പെടുത്തുമ്പോൾ 39% റോഹിംഗ്യൻ കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ പോകുന്നത്. മറ്റൊരു ആശങ്ക ആതിഥേയ സമൂഹവും റോഹിംഗ്യൻ അഭയാർത്ഥികളും തമ്മിലുള്ള ബന്ധമാണ്. ബംഗ്ലാദേശ് റോഹിംഗ്യകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അഭയാർത്ഥി പ്രതിസന്ധി പ്രാദേശിക സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. റോഹിംഗ്യൻ അഭയാർത്ഥികളെക്കുറിച്ചുള്ള ആതിഥേയ സമൂഹത്തിന്റെ ധാരണ ഐക്യദാർഢ്യത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് മാറിയതായും ഒരു പഠനം കണ്ടെത്തി. അഭയാർത്ഥികൾ ഒരു ഭാരമാണെന്ന് പല പ്രദേശവാസികളും കരുതുന്നു. റോഹിംഗ്യൻ അഭയാർത്ഥി പ്രതിസന്ധിയുടെ സങ്കീർണത അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയുകയും ബംഗ്ലാദേശിനും റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കും സ്ഥിരമായ പിന്തുണ നൽകുകയും വേണം. സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിന്തുണയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ നിർണായക ചുവടുവയ്പ്പാണ് കാഴ്ചവെക്കുന്നത്. കൂടാതെ റോഹിംഗ്യകൾക്ക് സുരക്ഷിതമായും സ്വമേധയാ അന്തസ്സോടെ സുസ്ഥിരമായ രീതിയിൽ മ്യാൻമാറിലേക്ക് മടങ്ങാൻ പ്രാപ്തമാക്കുന്ന ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം പ്രവർത്തിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഹിംഗ്യൻ അഭയാർത്ഥി പ്രതിസന്ധി ഒരു ആഗോള പ്രശ്നമാണ്. അതിന് സ്ഥിരമായ പിന്തുണയും ഐക്യദാർഢ്യവും ആവശ്യമാണ്. പ്രതിസന്ധിയുടെ സങ്കീർണത അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയുകയും ബംഗ്ലാദേശിനും റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിന്തുണ നൽകുക അനിവാര്യവുമാണ്. പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ UN-ന്റെ അഭ്യർത്ഥന നിർണായക ഘട്ടത്തിലാണ്. റോഹിംഗ്യകൾക്ക് അന്തസ്സോടെയും സുരക്ഷിതത്വത്തോടെയും മ്യാൻമാറിലേക്ക് മടങ്ങാൻ കഴിയുന്ന ശാശ്വത പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം പ്രവർത്തിക്കേണ്ടതുണ്ട്.